ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ വൻ ജനാവലിയാണ് വത്തിക്കാനിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 12 മണി വരെയായിരിക്കും ബസിലിക്ക തുറന്നിരിക്കുക എന്ന് പറഞ്ഞിരുന്നതെങ്കിലും മാർപ്പാപ്പയെ കാണാനും ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും വലിയ നിരയായി നിന്നിരുന്നത് പരിഗണിച്ച് വ്യാഴാഴ്ച പുലർച്ചെ 5:30 മണി വരെ ബസിലിക്ക തുറന്നിരുന്നു. പിന്നീട് 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് അടച്ചിട്ടത്. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് വീണ്ടും ബസിലിക്ക പൊതുജനത്തിനായി തുറന്നു നൽകി. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടിയാണ് ജനങ്ങൾക്ക് മാർപ്പാപ്പയെ കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായിട്ട് അവസരങ്ങൾ ഉണ്ടാവുക. പലരും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയ പലരും പാപ്പായെ ഇതിനു മുൻപ് കണ്ടവരുണ്ട്, പാപ്പായെ ഇതുവരെ കാണാത്തവരുണ്ട്. പാപ്പായെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും പാപ്പ നൽകിയ ഓർമ്മകൾ വളരെ അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കൽ കൂടി പാപ്പായെ കണ്ട് യാത്രാമൊഴി പറയണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് മണിക്കൂറുകൾ നീണ്ടു നിന്ന ക്യൂവിലൊക്കെ നിന്ന് കാണാൻ സന്നദ്ധരായി തന്നെയാണ് ആൾക്കാർ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ശവമഞ്ചം അടയ്ക്കുന്നത്. തുടർന്ന് ശനിയാഴ്ച രാവിലെ പാപ്പായുടെ കബറടക്ക ചടങ്ങുകൾ ആരംഭിക്കും. ലോകരാഷ്ട്ര നേതാക്കൾ പലരും തന്നെ വത്തിക്കാനിൽ ചേരുമെന്നാണ് വാർത്തകൾ അറിഞ്ഞിരിക്കുന്നത്. 170ഓളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾ, രാഷ്ട്രതലവന്മാർ അടക്കമുള്ള ഔദ്യോഗിക പ്രതിനിധികൾ ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പാപ്പായുടെ കബറടക്ക ചടങ്ങുകൾ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്കണത്തിന് മുൻപിൽ ആരംഭിക്കും. പരിശുദ്ധ കുർബാനയും മറ്റു അന്തിമോപചാര തിരുക്കർമ്മങ്ങളും മാർപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ ലളിതമായിട്ടായിരിക്കും നടത്തുക. തുടർന്ന് പാപ്പായുടെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് റോമ നഗരം സാക്ഷിയാകും. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ നിന്ന് വിയ കൊൺസിലിയാസിയോനെ കടന്ന് പിയാസ വെനീസിലൂടെ കൊളോസയത്തിന് മുൻപിലൂടെ മെറൂലാന പാതയുടെ അവസാനത്തിലാണ് മേരി മേജർ ബസിലിക്കയിലേക്ക് പാപ്പായുടെ ദേഹം എത്തിക്കുക. ഈ വിലാപയാത്രയ്ക്ക് വേണ്ടിയുള്ള വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് റോമ നഗരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോമിൽ നിന്നുള്ള വേറൊരു വിശേഷം എന്ന് പറയുന്നത് കർദിനാൾമാരുടെ പൊതുയോഗം, ജനറൽ കോൺഗ്രിഗേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ കൂടിയാണ്. അങ്ങനെ ഇതിൻ്റെ 2ാമത് പൊതുയോഗം ബുധനാഴ്ച വൈകുന്നേരവും 3ാമത് പൊതുയോഗം വ്യാഴാഴ്ചയും വത്തിക്കാനിൽ നടന്നു. മാർപ്പാപ്പയുടെ കബറടക്കത്തിൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായും കർദിനാൾമാർ ചർച്ച ചെയ്തത്. പാപ്പയുടെ കബറടക്കം 26-ാം തീയതി ശനിയാഴ്ച നടത്തിയതിനു ശേഷം മെയ് 4-ാം തീയതി വരെ നടക്കുന്ന നവനാൾ ദുഃഖാചരണത്തിൻ്റെ വിശദാംശങ്ങളും കർദിനാൾമാർ ചർച്ച ചെയ്തു. അതിൻ്റെ വിശദ വിവരങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെയ് മാസം 5-ാം തീയതി മുതൽ എന്ന് വേണമെങ്കിലും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് തുടക്കമുണ്ടാകും.